ജന്തർ മന്ദർ സമരക്കാരെ ഏറ്റവും മോശമായ വാക്കുകളിലൂടെ അധിക്ഷേപിച്ച RSS നേതാവ് TG മോഹൻദാസിനെതിരെ ചെറുവിരൽ അനക്കാതെ സതീശൻ സർക്കാരിന്റെ പോലീസ് നടത്തിയ ഒളിച്ചുകളി നമ്മൾ കണ്ടതാണ്. പല കോണിൽ നിന്നുള്ള വിമർശനം ഉയർന്നപ്പോഴാണ് പോലീസ് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ അതിനുശേഷം കോൺഗ്രസുകാരും ലീഗുകാരും ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പിണറായി സർക്കാർ 10 വർഷം ഭരിച്ചിട്ട് ഒരു RSS നേതാവിനെയെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. ഇവർ ചരിത്രം മറന്നുപോയതാണോ അതോ ബോധപൂർവം മറക്കാൻ ശ്രമിക്കുന്നതാണോ? ഏതായാലും അതൊക്കെ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തി തരാം. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പോലീസ് ഇരുമ്പഴികൾക്കുള്ളിലാക്കിയ പ്രമുഖ RSS BJP നേതാക്കളുടെയും അനുഭാവികളുടെയും പട്ടിക നീണ്ടതാണ്. K. സുരേന്ദ്രൻ, KP ശശികല, PC ജോർജ്, TP സെൻകുമാർ, RV ബാബു, B. ഗോപാലകൃഷ്ണൻ, ഷാജൻ സ്കറിയ. ഇവരെല്ലാം ഒരേ സംഘടനയിലെ അംഗങ്ങളല്ല. പക്ഷേ ഇവരിൽ പലരും RSS സംഘപരിവാർ രാഷ്ട്രീയവുമായി നേരിട്ട് ബന്ധപ്പെട്ടവരാണ്. ചിലർ BJP നേതാക്കളാണ്, ചിലർ വലതുപക്ഷ രാഷ്ട്രീയ മാധ്യമ മുഖങ്ങളാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഇവർക്കൊക്കെ എന്തു സംഭവിച്ചുവെന്ന്. K. സുരേന്ദ്രൻ 2018 നവംബർ 17 രാത്രി നിലയ്ക്കൽ വെച്ചാണ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന K. സുരേന്ദ്രൻ അറസ്റ്റിലായത്. ശബരിമല സ്ത്രീ പ്രവേശന വിധിക്ക് പിന്നാലെ സംഘപരിവാർ കലാപശ്രമങ്ങൾക്കിടെയായിരുന്നു സുരേന്ദ്രന്റെ അറസ്റ്റ്. നിരോധനാജ്ഞ ലംഘിച്ച് ശബരിമലയിലേക്ക് പോകാൻ ശ്രമിക്കുകയായിരുന്നു സുരേന്ദ്രനും കൂട്ടരും. സംഘം ചേർന്നതിനും പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമായിരുന്നു സുരേന്ദ്രനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ. അന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത സുരേന്ദ്രനെയും ഒപ്പമുള്ളവരെയും കൊട്ടാരക്കര സബ് ജയിലിൽ അടച്ചു. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന നേതൃപദവിയിൽ ഇരിക്കുന്ന ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്ത് 22 ദിവസത്തോളം ജയിലിൽ അടച്ച അത്യപൂർവ സംഭവമായിരുന്നു ഇത്. അതിന് ധൈര്യം കാട്ടിയത് പിണറായി സർക്കാർ ആയിരുന്നുവെന്ന കാര്യം പലരും ഇപ്പോൾ സൗകര്യപൂർവ്വം മറക്കുന്നതായിരിക്കും. KP ശശികല, ഹിന്ദു ഐക്യവേദി നേതാവ്. 2018 നവംബർ 17 പുലർച്ചെയായിരുന്നു ശശികലയും പിണറായി സർക്കാരിന്റെ കാലത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. ശബരിമല തീർത്ഥാടന സമയത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചതിനാണ് KP ശശികലയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. വിലക്ക് ലംഘിച്ച് ശബരിമലയിൽ പോകാൻ ശ്രമിച്ചതിന് മരക്കൂട്ടത്ത് വെച്ചാണ് ശശികലയും അറസ്റ്റ് ചെയ്തത്. ശശികലയെ അറസ്റ്റ് ചെയ്തതും അതിൽ പ്രതിഷേധിച്ച് 2018 നവംബർ 17 സംസ്ഥാന വ്യാപകമായി ഹിന്ദു ഐക്യവേദിയും ആചാര സംരക്ഷണ സമിതിയും സംയുക്തമായി ഹർത്താൽ നടത്തിയതും UDFുകാർ മറന്നാലും കേരള സമൂഹം മറക്കില്ല. PC ജോർജിനെ 2 തവണയാണ് LDF ഭരിക്കുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2022 2025 മതവിദ്വേഷ പരാമർശത്തിനും കലാപാഹ്വാനത്തിനും PC ജോർജ് അറസ്റ്റിലായത്. 2022 തിരുവനന്തപുരത്ത് വെച്ച് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിലും കൊച്ചിയിലും വെറുപ്പുളവാക്കുന്ന വർഗീയ പ്രസംഗം നടത്തി സമുദായങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിച്ച കേസിലുമാണ് ജോർജ് ആദ്യം അറസ്റ്റിലായത്. അന്ന് BJPയിൽ അംഗമായിരുന്നില്ല. എന്നാൽ 2024 BJPയിൽ അംഗത്വം എടുത്ത ശേഷം 2025 ഫെബ്രുവരിയിൽ സമാന കുറ്റം ആവർത്തിച്ചതിന് PC ജോർജിനെ വീണ്ടും ഇടതുഭരണകാലത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. ചാനൽ ചർച്ചയ്ക്കിടെ നടത്തിയ വിദ്വേഷ പരാമർശമാണ് രണ്ടാമത്തെ അറസ്റ്റിലേക്ക് നയിച്ചത്. UDFുകാർ മറന്നെന്ന് നടിച്ചാലും വലിയ നാടകീയമായ PC ജോർജിന്റെ അറസ്റ്റ് നമുക്കെല്ലാം ഓർമ്മയുള്ളതാണ്. TP സെൻകുമാർ പോലീസ് മേധാവിയായിരുന്ന ആളാണെങ്കിൽ പോലും വർഗീയ വിദ്വേഷ പരാമർശം നടത്തിയെന്ന കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിലെ ആദ്യ മുൻ DGP TP സെൻകുമാറാണ്. 2017 ഓഗസ്റ്റ് 7 TP സെൻകുമാർ അറസ്റ്റിലായത്. ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയിരുന്നതിനാൽ സൈബർ പോലീസിന് മുന്നിൽ ഹാജരായി അറസ്റ്റിലായ സെൻകുമാർ റിമാൻഡിലായിരുന്നില്ല. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സെൻകുമാർ വിദ്വേഷ പരാമർശം നടത്തിയത്. RV ബാബു ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കെയാണ് RV ബാബുവിനെ 2021 ഫെബ്രുവരി 5 പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹലാൽ സ്റ്റിക്കർ വിവാദത്തിൽ സമൂഹ മാധ്യമത്തിൽ വർഗീയ വിദ്വേഷത്തോടെ പങ്കുവച്ച പോസ്റ്റിന്റെ പേരിലാണ് RV ബാബുവിനെ നോർത്ത് പറവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. B. ഗോപാലകൃഷ്ണൻ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടായിരുന്നിട്ടും പല തവണയാണ് B. ഗോപാലകൃഷ്ണനെ ഇടതു സർക്കാർ കാലത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. IG ആയിരുന്ന മനോജ് എബ്രഹാമിനെ അധിക്ഷേപിച്ചതിന് 2018 നവംബർ 1
കൊച്ചി പോലീസ് ബി ഗോപാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്തു. ശബരിമലയിൽ സംഘപരിവാർ കലാപശ്രമത്തിനിടെ നിരോധനാജ്ഞ ലംഘിക്കാൻ ശ്രമിച്ചതിന് 2018 ഡിസംബർ 2-ന് നിലയ്ക്കലിന് സമീപത്ത് വെച്ച് ബി ഗോപാലകൃഷ്ണൻ അറസ്റ്റിലായി. ശബരിമലയിൽ പ്രശ്നകാലത്ത് അതിനു മുമ്പ് എരുമേലിയിൽ വെച്ചും ഇദ്ദേഹം അറസ്റ്റിലായിരുന്നു. ഷാജൻ സ്കറിയ ഓൺലൈൻ യൂട്യൂബ് ചാനലിലൂടെ സംഘപരിവാർ നാവായി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിരുന്ന ഷാജൻ സ്കറിയയെ പിണറായി സർക്കാർ കാലത്ത് പലതവണ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വ്യാജ വാർത്ത, വ്യാജരേഖ ചമയ്ക്കൽ, വ്യക്തിഹത്യ, സ്ത്രീകൾക്കെതിരായ അധിക്ഷേപം, ജാതി അധിക്ഷേപം തുടങ്ങി നിരവധി കേസുകളിൽ 2023-ലും 2024-ലും 2025-ലും ഒക്കെ ഷാജൻ സ്കറിയയെ ഇടതു ഭരണകാലത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ഷാജൻ സ്കറിയയ്ക്ക് പ്രതിരോധം തീർത്തത് BJPയും സംഘപരിവാറുമായിരുന്നു. അപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിലെ ഉന്നതരുമായും ഷാജൻ സ്കറിയ വലിയ ബന്ധം സൂക്ഷിച്ചിരുന്നു. ഇതൊക്കെയാണ് നമുക്ക് മുന്നിലുള്ള വസ്തുതയും യാഥാർത്ഥ്യങ്ങളും. ക്രമസമാധാനം തകർക്കാനോ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കാനോ ശ്രമിച്ചാൽ RSS ആയാലും BJP ആയാലും അവരുടെ രാഷ്ട്രീയ വിലാസം നോക്കാതെ അകത്തിട്ട ചരിത്രമാണ് 10 വർഷം കേരളം ഭരിച്ച ഇടതുപക്ഷ സർക്കാരിനുള്ളത്. എന്നാൽ പിണറായി സർക്കാർ അറസ്റ്റ് ചെയ്ത RV ബാബുവിനെയും ശശികലയെയും ഷാജൻ സ്കറിയയെയും മുഖ്യമന്ത്രിയായ ശേഷം VD സതീശൻ ഓഫീസിൽ സ്വീകരിച്ചിരുത്തുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോ ആരാണ് RSSകാരെ അറസ്റ്റ് ചെയ്തത്? ആരാണ് RSS നേതാക്കളെ ആനയിച്ചുകൊണ്ട് നടക്കുന്നത് എന്നതിൽ പൊതുജനത്തിന് യാതൊരു സംശയവുമില്ല. ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് സ്വന്തം ചെയ്തികളും നിലപാടുകളും എന്താണെന്ന് കോൺഗ്രസും ലീഗും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. കൃത്യമായ കണക്കുകളും തെളിവുകളും ഇതാ നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ?